ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ മോര് കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഏതാണെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ചെയ്യുന്ന രീതി ഇതാണോ ഒന്ന് പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ തൈരാണ്. അപ്പോൾ ഈ തൈര് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പുണ്ടല്ലോ, ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് അതിനാവശ്യമായ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ മിക്സായി വരാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സിക്കകത്തിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് കൈകൊണ്ടത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്, പിന്നെ ആകപ്പാടെ പിന്നെ ഇരട്ടി പണിയൊക്കെ ആവും. അപ്പോൾ ഇതാകുമ്പോൾ ഇത് സിമ്പിൾ വഴിയല്ലേ, അപ്പോൾ ഇതല്ലേ നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളുക. നന്നായിട്ട് ആ കട്ടയെല്ലാം അങ്ങ് മാറി കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനിയും ആ വെള്ളം കൂടെ ഒഴിച്ചിട്ടും നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തോളുക. അങ്ങനെ നമ്മുടെ മോര് ഇവിടെ നന്നായിട്ട് കട്ടയില്ലാതെ അടിപൊളിയായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജീരകവും വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ വേണമെങ്കിലും ചേർത്ത് അരയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടില്ല, തേങ്ങ ഇല്ലാതെയാണ് കേട്ടോ മോര് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഈ നമ്മുടെ വെളുത്തുള്ളിയും ഈ നമ്മുടെ ജീരകവും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ തക്കാളി ചേർക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ജീരകവും വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അരപ്പെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കി എടുക്കുന്നതോടൊപ്പം തന്നെ ആ കല്ല് കഴുകിയിട്ട് ബാക്കി വരുന്ന ആ വെള്ളവും കൂടെ കൂട്ടി നന്നായിട്ട് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തോളുക. അപ്പോൾ ഇതാ നമ്മുടെ കടായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചോളുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ഉലുവ, കടുക്. എണ്ണ ഒരുപാട് ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മുങ്ങിക്കിടക്കാനുള്ള കടുകിനും ഉലുവയ്ക്കൊക്കെ മുങ്ങിക്കിടക്കാനുള്ള എണ്ണയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തോണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനകത്തേക്ക് കറിവേപ്പില, പിന്നെ നമ്മുടെ ചുവന്ന മുളക് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല, കുഞ്ഞിനും കൂടെ കറി കൊടുക്കേണ്ടതായതുകൊണ്ട് ഒരു മുളക് മാത്രം 2-3 മുറിച്ചിട്ടു. പിന്നെ ഒരു പച്ചമുളക് ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറയാലോ, ഈ പച്ചമുളക് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ആ മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മണം അതുമാത്രം മതി ഇച്ചിരി ചോറുണ്ണാനായിട്ട്. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോറുണ്ണാനായിട്ട്. ഒരിക്കലെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ, ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഈ പച്ചമുളക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഉണ്ടാകുന്ന ചോറ്, അതിൻ്റെ ആ ഒരു മണവും കൂടെ വരുമ്പോഴത്തേക്ക് എന്താണെന്നറിയാവോ. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. എന്നാൽ പിന്നെ നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ നമ്മുടെ ഈ കടുക് മൂപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് എന്താ പറയുക, അതിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ കട്ടയെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ആ മോരുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടെ. വെള്ളം നമുക്ക് ഇഷ്ടം പോലെ, ഇനിയിപ്പോൾ ചാറിങ്ങനെ ഒഴുകുന്ന പോലെ ഒരുപാട് ഒഴുകി അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും കുറുകി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല, അത് അവനവൻ്റെ ഇഷ്ടം. പിന്നെ ഇതെല്ലാം അങ്ങോട്ട് ചെയ്തു വരുന്ന സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കിക്കോളുക. നമ്മൾ വെള്ളം 2-3 തവണയായിട്ട് ചേർക്കുന്നത് കൊണ്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്ന കറക്റ്റായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അത് കൈവിടാതെ ശാശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നോളുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം. മോര് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പം ഈ ചൂടായി വരുന്ന സമയത്ത്, മോര് ഏകദേശം ആയി വരുന്ന സമയത്തുണ്ടല്ലോ, സൈഡിൽ കൂടെ ചെറിയ തരി പോലെ ഇങ്ങനെ ഉണ്ടാവും. ആ പാത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മോരുകറി ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, കാണാനും അടിപൊളിയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇച്ചിരി അമ്മാമ്മ കൊണ്ടേണ്ട താമസം മാത്രമേ ഉള്ളൂന്നേ. എങ്കിൽ പിന്നെ ഇച്ചിരി മോരുകറി, ഇച്ചിരി തോരന്, ഇച്ചിരി അച്ചാറ്, പിന്നെ ഇത്തിരി ഉണക്കമീനൊക്കെ കൂട്ടി അമ്മാമ്മ ഉണ്ടാലോ. അപ്പോൾ ഇനി കാണുന്നതിന് വരെ ടാറ്റാ.